നമുക്കറിയാം, കേരളത്തിലെ എല്ലാ അങ്കണവാടികളിലും ഇന്ന് പ്രവേശനോത്സവം നടക്കുകയാണ്. ഈ സാഹചര്യത്തിൽ കുറേയധികം കുട്ടികൾ അങ്കണവാടികളിൽ പുതുതായിട്ട് പ്രവേശിക്കുകയും കുറേയധികം കുട്ടികൾ പുറത്തു പോകുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് പോർഷൻ ട്രാക്കർ എൻട്രിയിൽ പൂർണ്ണമാകണമെങ്കിൽ കൃത്യമായിട്ടുള്ള രജിസ്ട്രേഷനുകളും മറ്റു പ്രവർത്തനങ്ങളും നമ്മൾ നിർബന്ധമായും ഇന്ന് തന്നെ ചെയ്യേണ്ടതുണ്ട്. അത് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ചെയ്യേണ്ടത്, അതിൽ ഏതൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള വിശദമായിട്ടുള്ള സെഷനാണ്. കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം ഇന്ന് തന്നെ അത് പൂർത്തിയാക്കണം. അപ്പോൾ ഇതിൽ ആദ്യം പറയുന്നത് പുതുതായി വരുന്ന കുട്ടികളെ കുറിച്ചാണ്. 3 to 6 കാറ്റഗറിയിലാണ് നമ്മളെ പ്രീ സ്കൂൾ പ്രവേശനം എല്ലാ അങ്കണവാടികളിലും സാധ്യമാകുന്നത്. അപ്പോൾ ഈ കാറ്റഗറിയിലുള്ള കുട്ടികളെ അങ്കണവാടിയിൽ വരുന്ന സമയം ഉറപ്പായിട്ടും നിങ്ങൾ ആധാർ രേഖ പരിശോധിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ പോർഷൻ ട്രാക്കറിനകത്ത് രജിസ്റ്റർ ചെയ്യേണ്ടത്. കുട്ടിക്ക് ആധാർ ഇല്ലെങ്കിൽ അമ്മയുടെയോ അച്ഛൻ്റെയോ അല്ലെങ്കിൽ രക്ഷിതാവിൻ്റെയോ ആധാറിൻ്റെ കോപ്പി കൂടി കളക്ട് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. ഇത്തരത്തിൽ പോർഷൻ ട്രാക്കർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ സമയം നമുക്ക് ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ളൊരു പ്രോസസ്സിലൂടെ പുതിയ കുട്ടിയെ രജിസ്റ്റർ ചെയ്യാം. ആ സാഹചര്യത്തിൽ ടീച്ചർമാർ ആദ്യം ഗുണഭോക്താക്കളോട് അല്ലെങ്കിൽ രക്ഷിതാക്കളോട് ചോദിക്കേണ്ടത് നിലവിൽ ഈ കുട്ടി വേറെ ഏതെങ്കിലും സെന്ററിൽ നിന്ന് വരുന്നതാണോ എന്നുള്ളത് ചോദിച്ചറിയുക. അത്തരത്തിൽ വരുന്ന കുട്ടിയാണെങ്കിൽ ഒരിക്കലും ന്യൂ രജിസ്ട്രേഷൻ ചെയ്യരുത്. പകരം ആ കുട്ടിയെ AWC മൈഗ്രേഷൻ എന്നുള്ള ഓപ്ഷൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ടായിരിക്കണം നമ്മളെ സെന്ററിനകത്തേക്ക് സ്വീകരിക്കേണ്ടത്. അതുപോലെ തന്നെ കാറ്റഗറി ചേഞ്ചുള്ള കുട്ടികളുണ്ടാവും. അതായത് 6 to 3 കുട്ടികൾ ഓട്ടോമാറ്റിക്കായിട്ട് 3 വയസ്സാകുന്ന സമയം നമ്മളെ പോർഷൻ ട്രാക്കറിനകത്ത് കയറി വരുന്നുണ്ടാവും. അത്തരം കുട്ടികൾക്കും പ്രത്യേകിച്ച് ഒന്നും തന്നെ നിങ്ങൾ ചെയ്യേണ്ടതില്ല. അത് പ്രീ സ്കൂളിൽ തന്നെ വന്ന് കിടക്കും. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ആദ്യം ന്യൂ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ കുട്ടിയെ ന്യൂ രജിസ്ട്രേഷൻ ഫോം ചെയ്യുന്നത് നിങ്ങൾക്കറിയാം എങ്ങനെയാണ് ന്യൂ രജിസ്ട്രേഷൻ ചെയ്യുക എന്നുള്ളത്. ഇത്തരത്തിൽ പ്ലസ് ചിഹ്നം കാണും, അതിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾക്ക് ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ഫോം കാണും. അതിൽ ഏതൊക്കെ കാര്യങ്ങളാണ് കുട്ടിയുടെ പേര്, കുട്ടിക്ക് ആധാർ നമ്പർ ഉണ്ടെങ്കിൽ അതിന് പ്രിഫറൻസ് കൊടുത്തുകൊണ്ട് ആധാർ കുട്ടിയുടെ വെച്ച് ചെയ്യുക. കുട്ടിക്ക് ആധാർ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് രക്ഷിതാവിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ 3 പേരുടെ ആരുടെയെങ്കിലും നമുക്ക് ഈ പറയുന്ന ആധാർ രേഖ ഉപയോഗപ്പെടുത്തി ആ കുട്ടിയെ പ്രൊഫൈൽ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആക്കണം. മൊബൈൽ നമ്പർ നിർബന്ധമാണ്. വെരിഫിക്കേഷൻ അതായത് ഒരു പ്രൊഫൈൽ പൂർത്തിയാക്കുന്നതിനൊപ്പം തന്നെ മൊബൈൽ വെരിഫിക്കേഷനും ആധാർ വെരിഫിക്കേഷനും കംപ്ലീറ്റ് ആക്കാൻ ശ്രദ്ധിക്കണം. മൊബൈൽ വെരിഫിക്കേഷൻ പെൻഡിങ് ആയി കഴിഞ്ഞാൽ തുടർന്ന് ആ കുട്ടിക്ക് കിട്ടുന്ന സേവനങ്ങൾ, പ്രത്യേകിച്ച് സെന്ററുകൾ മാറിപ്പോകുന്ന സമയത്തോ അല്ലെങ്കിൽ HSM സ്വീകരിക്കുന്ന സമയത്തോ ബുദ്ധിമുട്ടുകൾ വന്നേക്കാം. അതുകൊണ്ടാണ് കൃത്യമായി ഒരു രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയം എല്ലാ കാര്യങ്ങളും കൃത്യമായി മനസ്സിലാക്കി ചെയ്യുക. ഇനി നമ്മൾ അംഗനവാടിയിൽ നിലവിൽ പ്രീ സ്കൂൾ കുട്ടികളായിരുന്നു. ഇപ്പോൾ പ്രീ സ്കൂൾ കുട്ടികളിൽ നിന്നും അവർ വേറെ സ്കൂളുകളിലേക്ക് പോകുന്ന കുറേ കുട്ടികൾ നമ്മൾക്കുണ്ട്, പറഞ്ഞയക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ ഈ കുട്ടികളെ നമ്മൾ പോർഷൻ ട്രാക്കറിൽ എങ്ങനെയാണ് രേഖപ്പെടുത്തേണ്ടത്, അതിൽ എന്ത് എൻട്രികളാണ് വരുത്തേണ്ടത് എന്നുള്ളത് ഇനി മനസ്സിലാക്കുക. നമുക്കറിയാം, പ്രീ സ്കൂൾ കുട്ടികളായിട്ട് 3 to 6 കാറ്റഗറിയിലുള്ള കുട്ടികളെയാണ് നമ്മൾ അംഗീകരിക്കുന്നത്. നമ്മളെ പരിധിയിലുള്ള 6 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികളെയും നമ്മൾ പോർഷൻ ട്രാക്കറിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ അംഗൻവാടിയിൽ വരുന്ന കുട്ടികളുമുണ്ട്, അംഗൻവാടിയിൽ നിന്ന് വേറെ സ്കൂളുകളിലേക്ക് പോകുന്ന കുട്ടികളും നമ്മൾ പോർഷൻ ട്രാക്കറിനകത്തുണ്ട്. കാരണം നമുക്കറിയാം, 0 മുതൽ 6 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികളും നമ്മളുടെ ഗുണഭോക്താക്കളാണ്. പ്രീ സ്കൂളിൽ വരുന്ന കുട്ടികൾ മാത്രമല്ല മറ്റു കുട്ടികളും കൂടെ നമ്മളുടെ ഗുണഭോക്താവായതുകൊണ്ടാണ് നമ്മൾ പോർഷൻ ട്രാക്കറിൽ അവരെയൊക്കെ നിലനിർത്തുന്നത്. ഇനി ഇത്തരം പ്രീ സ്കൂളിൽ പഠിച്ച കുട്ടിയെ വേറെ സ്കൂളിലേക്ക് അഡ്മിഷൻ എടുത്ത് പോകുന്ന സമയം നമ്മൾ പോർഷൻ ട്രാക്കറിൽ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ് ഇനി പറയുന്നത്. അതായത് ഈ പറയുന്ന പ്രൊഫൈലിൽ നിന്ന് ഈ കുട്ടിയെ, അതായത് നമ്മുടെ ബെനിഫിഷ്യറി ലിസ്റ്റ് കാണാം. ഈ ബെനിഫിഷ്യറി ലിസ്റ്റിൽ നിന്ന് ഏതൊക്കെ കുട്ടികളാണോ വേറെ സ്കൂളിൽ അഡ്മിഷൻ എടുത്ത് പോകുന്നത് അതിന് ആ കുട്ടികളുടെ പ്രൊഫൈൽ നേരെ കാണുന്ന 3 ഡോട്ട് എന്നുള്ള ഭാഗമാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് താഴെ വന്നു കഴിഞ്ഞാൽ അവിടെ അംഗൻവാടി സ്കൂൾ ഗോ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. നിർബന്ധമായും പ്രീ സ്കൂളിൽ നിന്ന് വേറെ സ്കൂളിലേക്ക് അഡ്മിഷൻ എടുത്ത് പോകുന്ന കുട്ടിയെ ഇത്തരത്തിൽ ഈ ഓപ്ഷൻ തിരഞ്ഞെടുക്കണം. അതിൽ സ്കൂൾ ഗോ എന്നുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അതിന് മുന്നേ ഇവിടെ ക്ലിക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കുറേ അധികം മെസ്സേജ് കാണാൻ പറ്റും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിൽ പറയുന്നത് ആദ്യത്തെ, ഇഫ് ചൈൽഡ് ഈസ് കമ്മിങ് ടു അങ്കണവാടി സെന്റർ ദെൻ സെലക്ട് AWC. അതായത് ആ കുട്ടി അങ്കണവാടിയിൽ വരുന്ന പ്രീ സ്കൂൾ കുട്ടിയാണെങ്കിൽ നിർബന്ധമായിട്ടും അങ്കണവാടി സെന്റർ എന്നുള്ള ഈ ഓപ്ഷനാണ് നിങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടത്. രണ്ടാമത് പറയുന്നത്, ഇഫ് ചൈൽഡ് ഈസ് ഗോയിങ് ടു സ്കൂൾ അതർ ദാൻ അംഗൻവാടി സെന്റർ ദെൻ സെലക്ട് സ്കൂൾ എന്നാണ് പറയുന്നത്. അതായത് അംഗൻവാടിയിൽ വരാത്ത കുട്ടിയാണ്, എന്നാൽ 3 to 6 കാറ്റഗറിയിലുള്ള കുട്ടിയാണ്. അവരിപ്പോൾ സ്കൂളിലേക്ക് അഡ്മിഷൻ എടുത്ത് പോകുന്ന ആളാണെങ്കിൽ ആ കുട്ടിയെ ഈ സെലക്ട് സ്കൂൾ എന്നുള്ള ഓപ്ഷനാണ് ഉപയോഗപ്പെടുത്തേണ്ടത്. അടുത്ത നോക്കുക, ഇഫ് ചൈൽഡ് ഈസ് ഗോയിങ് ടു സ്കൂൾ ആൻഡ് അംഗൻവാടി സെന്റർ ദെൻ സെലക്ട് സ്കൂൾ.
അതായത് ഈ പ്രീ സ്കൂളിൽ വരുന്ന കുട്ടി തന്നെ അംഗൻവാടിയിലും വരുന്നുണ്ട്, അതേപോലെ തന്നെ വേറെ സ്കൂൾ അഡ്മിഷൻ എടുത്ത് പോയിട്ടുണ്ട്. അതായത് വേറെ നോർത്തിലൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടാവുക. നമ്മുടെ കേരളത്തിൽ അത്തരത്തിലൊരു സാഹചര്യം ഇല്ല. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മളിവിടെ ഓപ്റ്റ് ചെയ്യേണ്ടത് സ്കൂൾ എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇഫ് സ്കൂൾ ഓപ്ഷൻ ഈസ് സെലക്ടഡ് ദ ബെനിഫിഷ്യറി വിൽ സ്റ്റോപ്പ് റിസീവിംഗ് THR ഓർ HCM. അതായത് നമ്മളിപ്പോൾ പ്രീ സ്കൂളിൽ നിന്നും വേറെ സ്കൂളിലേക്ക് അഡ്മിഷൻ എടുത്ത് പോകുന്ന കുട്ടിയുണ്ടല്ലോ, അംഗൻവാടിയിൽ നിന്നും വേറെ അഡ്മിഷൻ എടുത്ത് ഇപ്പോൾ പുതുതായി പുറത്തു പോകുന്ന കുട്ടികളെ, ആ കുട്ടികളെ നമ്മൾ ഇവിടെ സ്കൂൾ ഗോയിങ് എന്ന് കാണിക്കുന്നുണ്ട്. അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി തന്നെ ആ കുട്ടിക്ക് കിട്ടുന്ന THR ഓപ്ഷനിലെ HCM THR ഓപ്ഷന് അവർക്ക് ഇനി മുതൽ അവിടെ ആക്റ്റീവായി കാണില്ല. അതായത് ഇനി മുതൽ നമുക്ക് THRഉം HCM കൊടുക്കേണ്ടതായിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ ആ കുട്ടിയുടെ ഡെയിലി ട്രാക്കിംഗ് പേജ് എടുത്തു കഴിഞ്ഞാൽ അവിടെ കുട്ടിയുടെ പേര് ഉണ്ടാവില്ല. കാരണം ഇത് സ്കൂളിൽ പോകുന്ന കുട്ടിയായി നമ്മൾ രേഖപ്പെടുത്തി. അപ്പോൾ ഇനി നമ്മളുടെ ഡെയിലി ട്രാക്കിംഗിലെ അറ്റൻഡൻസിലോ മോർണിംഗ് സ്നാക്സിലോ HCMലോ ഈ പ്രീ സ്കൂളിൽ നിന്ന് വേറെ സ്കൂളിലേക്ക് പോയ കുട്ടിയെ നമ്മളിവിടെ കാണില്ല. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഓപ്റ്റ് ചെയ്യേണ്ടത് സ്കൂൾ ഗോയിങ് എന്നുള്ള ഓപ്ഷനാണ് നമ്മൾ രേഖപ്പെടുത്തേണ്ടത്. അങ്ങനെ ടീച്ചർ അറിയാതെ പ്രീ സ്കൂളിൽ വരുന്ന അംഗൻവാടിയിൽ വരുന്ന ഒരു കുട്ടിയെ ടീച്ചർ അറിയാതെ സ്കൂൾ ഗോയിങ് എന്ന് ഒരു തവണ കാണിച്ചു കഴിഞ്ഞാൽ, ഓപ്റ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ, സ്കൂൾ ഗോയിങ് ഉള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്തതെങ്കിൽ പിന്നീട് ഒരിക്കലും ആ കുട്ടിക്ക് THR HCM കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ആ കുട്ടി നമ്മളെ ഡെയിലി ട്രാക്കിങ്ങിനകത്തേക്ക് വരില്ല. ആ കുട്ടിയുടെ അറ്റൻഡൻസ് മാർക്ക് ചെയ്യാൻ കഴിയില്ല. ആ കുട്ടിയുടെ മോർണിംഗ് സ്നാക്സ് കൊടുക്കാൻ കഴിയില്ല. HCM കൊടുക്കാൻ കഴിയില്ല. പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ടതാണ്. അംഗൻവാടിയിൽ നിന്നും പുറത്തു പോകുന്ന കുട്ടികളെ മാത്രമാണ് സ്കൂൾ ഗോയിങ് എന്നുള്ള ഈ ഓപ്ഷൻ ഉപയോഗപ്പെടുത്തേണ്ടത്. അല്ലാത്ത ഒരു കുട്ടിക്കും, അതായത് പ്രീ സ്കൂളിൽ വരുന്ന കുട്ടികൾക്ക് അറിയാതെ കൈതട്ടി കൊടുത്താൽ പിന്നീട് അത് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. ഒരിക്കലും പിന്നെ ആ കുട്ടിക്ക് THRഓ HCMఓ കൊടുക്കാൻ കഴിയില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റായിട്ടുള്ള എൻട്രിയാണ്. അത് തിരുത്താൻ നമുക്ക് കഴിയില്ല എന്നുള്ളത് കൂടെ മനസ്സിലാക്കുക. അപ്പോൾ തെറ്റുകൂടാതെ കൃത്യമായി കുട്ടികൾക്ക് കിട്ടേണ്ട HCMഉം THRഉം നിങ്ങളുടെ കൈകളിലാണ്. അത് തെറ്റായി എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രകാരം മാത്രമേ തുടർന്നുള്ള മാസങ്ങളിൽ കൃത്യമായി HCMഉം THRഒക്കെ കിട്ടുകയുള്ളൂ. അപ്പോൾ തുടക്കം തന്നെ കൃത്യമായി തെറ്റുകൂടാതെ ചെയ്യാൻ ടീച്ചേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും നിങ്ങൾ ഒരു പ്രവേശനോത്സവത്തിൽ ഭാഗമായിട്ട് ചെയ്യേണ്ടത്. കുട്ടികൾ വരുന്നതും അതുപോലെ തന്നെ തിരിച്ചു പോകുന്നതുമായിട്ടുള്ള കുട്ടികൾക്ക് നിങ്ങൾ പോർഷൻ ട്രാക്കറിൽ എങ്ങനെയാണോ എൻട്രികൾ വരുത്തേണ്ടത് എന്നുള്ളത് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുന്നതാണ് നമ്മൾ കരുതുന്നത്. അത് പ്രകാരം തന്നെ നിങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തുക. പുതുതായിട്ട് വന്ന കുട്ടികളെയൊക്കെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവരെ നിങ്ങൾക്ക് ഡെയിലി ട്രാക്കിങ്ങിനകത്തേക്ക് കാണാൻ കഴിയും. ആ ഡെയിലി ട്രാക്കിങ്ങിനകത്ത് അവർക്ക് അറ്റൻഡൻസ് ലിസ്റ്റിൽ വരും. അതേപോലെ തന്നെ മോർണിംഗ് സ്നാക്സ് കൊടുക്കുന്ന ഭാഗത്തുണ്ടാവും, പ്രീ സ്കൂളിലെ ഭാഗത്തൊക്കെ ഉണ്ടാവും. പിന്നീട് ഇന്ന് മുതൽ അവരെ അറ്റൻഡൻസ് നിങ്ങൾ രേഖപ്പെടുത്തണം, HCM മാർക്ക് ചെയ്യണം, അതുപോലെ തന്നെ നിങ്ങൾ മോർണിംഗ് സ്നാക്സ് മാർക്ക് ചെയ്യണം. ഇതെല്ലാം കൃത്യമായി മാർക്ക് ചെയ്താൽ മാത്രമാണ് നമ്മൾ അറ്റൻഡൻസ് പൂർണ്ണമാവുകയുള്ളൂ. നമുക്കറിയാം ഓഗസ്റ്റ് മാസത്തിന്റെ വരവോടുകൂടെ നമ്മളുടെ ജോലി ഭാരങ്ങൾ കുറയാൻ പോവുകയാണ്. കാരണം നമ്മളെല്ലാം ഫുള്ളി ഡിജിറ്റലൈസ്ഡ് ആവുന്നതിന്റെ ഭാഗമായിട്ട് തന്നെ എല്ലാം മാനുവലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ രജിസ്റ്ററുകളും മാറും. അങ്ങനെ മാറണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മാസത്തിനകം അല്ലെങ്കിൽ 2 മാസത്തിനകം നമ്മളെല്ലാം തന്നെ എല്ലാ രജിസ്റ്ററുകളും കൃത്യമാക്കുന്നത് പോലെ തന്നെ പോർഷൻ ട്രാക്കറിനകത്ത് കാണുന്ന എല്ലാ രജിസ്റ്ററുകളും നിങ്ങൾ ഉപയോഗപ്പെടുത്തി ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫില്ല് ചെയ്യാൻ ഏതെങ്കിലും വിട്ടുപോയിട്ടുള്ള രജിസ്റ്റർ എല്ലാം പൂർത്തിയാക്കി ഡാറ്റകളെല്ലാം കൃത്യമായി എൻ്റർ ചെയ്ത് വെക്കുക. താങ്ക് യു.